കൂലിപ്പണിക്ക് പോകുന്ന ഒരു മക്കൾ പോലും ഇത്ര നികൃഷ്ടമായിട്ട് ഒരു തന്ത ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല. വിദ്യാഭ്യാസം കൂടി പോയി, മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു പോയി. അതാണ് ഇതിനകത്ത് ഇത്രയും വന്നത്. കോടീശ്വരനായ മക്കളുടെ ഒരു അച്ഛൻ്റെ അവസ്ഥയാണ്. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛൻ്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. ഈ ചുറ്റും നിൽക്കുന്ന നാട്ടുകാരാണോ ഈ അച്ഛനെ നോക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ 2 ആൺമക്കളുള്ള ഒരു അച്ഛനാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തിനെ അങ്ങോട്ടങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അവർക്ക് ഏതാണ്ടൊക്കെ എങ്ങനെയൊക്കെ പിടിപാടുണ്ടെന്ന് പറയുന്നത്. മൂത്ത മോൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ ചുറ്റും താമസിക്കുന്ന ഹൈ ക്ലാസ് ആളുകളാ. അപ്പൊ അച്ഛൻ ബഹളം വെച്ച് അവർക്ക് നാണക്കേടാ. ഇവിടെ താമസിക്കുന്നവരെല്ലാം സാധാരണക്കാരല്ലേ, ലോക്കൽ ആളുകളാ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അവർക്ക് ഇതെല്ലാം കൊടുത്തു. ഇപ്പൊ എനിക്കൊന്നുമില്ല, ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ഇല്ല. ആരും തരാനില്ല. പിന്നെ നിങ്ങളൊക്കെ തരുന്നതുകൊണ്ട് കഴിഞ്ഞു കൊടുക്കും. ഈ നൂറ്റാണ്ട് ഏതെങ്കിലും മക്കൾ ഇത്രയും പ്രായമുള്ള അച്ഛനെ കളഞ്ഞിട്ട് പോവുമോ? എന്തൊരു മക്കളാണ് നിങ്ങളെയൊക്കെ! മക്കളെന്ന് വിളിക്കാൻ പോലും നാണക്കേടാണ് കേട്ടോ. അച്ഛനെ വേണ്ട, പണം മാത്രം മതി. 85 വയസ്സുള്ള ഒരു അച്ഛൻ്റെ അവസ്ഥ ഉണ്ടോ? 2 മക്കളുണ്ട്. അതിൽ ഒരു മകൻ അധ്യാപകനാണ്, ഒരു മകൻ കോടീശ്വരനാണ്. 2 പേർക്കും അച്ഛൻ്റെ സ്വത്തുക്കൾ മതി, അച്ഛനെ വേണ്ട. അനാഥനായിട്ട് അച്ഛൻ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്. ഈ നല്ലവരായ കുറേ മനുഷ്യരുണ്ടായതുകൊണ്ട് ആ മനുഷ്യൻ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നു. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛൻ്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. കണ്ടില്ലേ? ഒന്ന് നോക്കാൻ പോലും, കുളിച്ചിട്ട് തന്നെ മാസങ്ങളാവുന്ന ഈ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു നോക്കാൻ എങ്ങനെ? സത്യം പറഞ്ഞ ഇവരൊക്കെ മക്കളാണോ? പണമൊക്കെ എന്തിനാ? പുഴുങ്ങി തിന്നാനാണോ? ഈ നിമിഷം വരെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു. അച്ഛൻ കുറച്ചിലാണ്. കുറച്ചില്ലെന്നല്ലെന്ന്, അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ഒരു മൃഗത്തിനെ പോലും ഈ രീതി കാണാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ അവസ്ഥ നോക്ക്. ഈ നിലവിളിയാണ് അദ്ദേഹം ഇവിടെ കിടന്ന്. രാത്രി എന്നില്ല പകലെന്നില്ലാതെ കിടന്ന് നിലവിളിക്കുക ഇവിടെ കിടന്ന്. ആരെന്ത് കേൾക്കാനായിട്ട്? ഈ പാവങ്ങൾ ഇവർ കുറെ ആൾക്കാർ അദ്ദേഹത്തിന് ചായയോ അതേപോലെ ആഹാരം എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ജീവൻ നിലനിന്നു. അതേ എന്നേ ഇദ്ദേഹം കഥാവശേഷനായി പോയത്. നിലവിളിയാ, വിശക്കുന്നേന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് സഹിക്കുവോ? നമുക്ക് മാതാപിതാക്കളുള്ളതല്ലേ. അപ്പൊ അയലത്തുള്ളവരെല്ലാവരും ചേർന്ന് വെള്ളം കുടിക്കുക, ചായ കുടിക്കുക, ഊണ് കുടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അത് തികയും. ഒരു രക്തബന്ധവും ഇല്ലാത്ത ഈ അയൽവാസികൾ കാണിക്കുന്ന സ്നേഹം പോലും ജന്മം കൊടുത്ത മക്കള് കാണിക്കാത്തത് എന്തൊരു മക്കളാണ് നിങ്ങൾ! സത്യം പറഞ്ഞാൽ ഇവരുടെ ആവശ്യം ഈ സ്വത്തുക്കളൊക്കെ തിരിച്ച് മേടിക്കണം കേട്ടോ. ഒരു കാരണവശാലും ഇവർ കൊടുക്കരുത്. കാരണം അത്രയ്ക്കാണ് ഈ മനുഷ്യനെ ദുരിതപ്പെടുന്നത്. അത്രയ്ക്ക് നാട്ടുകാർ സഹിയിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം മൂന്നാംകുറ്റി 600 വയല്. ഇത് ബിന്ദുകൃഷ്ണ മണ്ഡലം കൂടിയാണ്. ബഹുമാനപ്പെട്ട ബിന്ദുകൃഷ്ണ ഇതിൽ ഇടപെട്ട് ഒരു അടിയന്തര നടപടി ഉണ്ടാകണം. കാരണം അത്രയ്ക്ക് ദുരിതമാണ്. ഒരു അച്ഛനോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ്, ഒരു മക്കളും കാണിക്കാത്ത കൊടും ക്രൂരത. ആ അച്ഛൻ കരയുവാണ്. ഒരു വല്ലാത്ത സാഹചര്യം കണ്ടില്ലേ? പഠിപ്പിച്ച് വലുതാക്കി പൈസ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അച്ഛനെ വേണ്ട. ആ അച്ഛൻ നിന്ന് കുനിഞ്ഞ് കരയുവാണ്. അച്ഛൻ കരയുവാണ്. അച്ഛൻ വിഷമിക്കാതെ. ജന്മം നൽകിയ മക്കൾക്കോ വേണ്ട. അച്ഛൻ വിഷമിക്കാതെ കേട്ടോ. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും കേട്ടോ. അച്ഛൻ വിഷമിക്കാതെ. മൂത്തവന് കുടുംബമൊക്കെ ഇളയമന് കൊടുത്തോണ്ട് ഇത് കൊടുത്ത നല്ല രീതിയിൽ ജീവിച്ചോണ്ടിരുന്ന ആളാ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ. ഇവിടെ നമുക്കൊരു 10-12 വർഷമായിട്ട് അറിയാം. ഇവിടെ താമസിച്ചോണ്ടിരുന്നതാ. അപ്പൊ പുള്ളി എവിടെ പോയാലും ഓട്ടോറിക്ഷയിലേ പോകത്തുള്ളൂ. നല്ല വൃത്തിയായിട്ട് ഇൻസേർട്ടൊക്കെ ചെയ്ത് ജീവിച്ചോണ്ടിരുന്ന ആളാ. വയ്യാതായപ്പോഴല്ല, പുള്ളിയുടെ കയ്യിലെ പൈസ തീർന്നപ്പോ. അതിനു മുമ്പ് ഇവിടെ 2 മക്കളും വരുമായിരുന്നു. പാസ്ബുക്കൊക്കെ എന്നെ അടുത്ത് കാണിച്ചു. ഒരുപാട് പൈസ ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ ഇപ്പൊ അക്കൗണ്ടിൽ പൈസയൊന്നും ഇല്ല. അതുകൊണ്ട് അവരാരും വരാറില്ല. കാരണം പറഞ്ഞ ഏകദേശം ഒരു 4-5 ദിവസം പുള്ളി ഇവിടെ നിന്ന് നോക്കി ഒറ്റയ്ക്ക്. മൂത്താള്. അതിനുശേഷം പുള്ളി അങ്ങ് പൊക്കളഞ്ഞു. പിന്നെ ഇവിടെ ഭക്ഷണം ഒരു ഹോട്ടലിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഒരു നേരത്തെ ചോറ് ഇവിടെ കൊണ്ടുവരും. ആ ചോറ് മാത്രമാണ് അദ്ദേഹം കഴിക്കുന്നത്. പിന്നെ രാവിലത്തെയും വൈകിട്ടത്തേക്ക് അയലത്തുള്ള വീട്ടിലുള്ള ആൾക്കാർ കൊടുക്കും. ഈ ഒരു നേരം പറ്റത്തില്ല, ആഹാരം പറ്റത്തില്ല. പക്ഷെ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ ഉച്ചക്കത്തെ ചോറ് കൂടുതലുണ്ട്, അത് വൈകിട്ടും കഴിക്കാന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതാ. ഒരുപാട് സ്വത്തുള്ള അച്ഛനായിരുന്നു കേട്ടോ. കരുനാപ്പള്ളി പിന്നെ 99 ലക്ഷത്തിനാണ് വിറ്റത്. ഇവിടെ 26 ലക്ഷത്തിനെ മേടിച്ചുള്ളൂ. ബാക്കി എല്ലാം അക്കൗണ്ടിൽ കിടന്ന്. അത് 2 മക്കളും കൊച്ചുമക്കൾക്ക് പഠിക്കാനും മക്കളും എല്ലാം വീതിച്ചെടുത്ത് ഇപ്പൊ ഈ പരുവായി. ഇപ്പൊ അയലത്തുകാരും കൊടുക്കണം. മുതലില്ലാന്നെങ്കിൽ പറയാനും മുതലില്ലാഞ്ഞിട്ടാണ്. ഇത് മുതലുണ്ടായിരുന്നേ, ഇഷ്ടം പോലെ നമ്മളുള്ളൊരു മനുഷ്യനാ. ഈ മുതൽ ഇത്ര എഴുതി മേടിച്ചും കൊണ്ട് ഈ പ്രമാണം വരെ വെച്ചോണ്ടങ്ങ് പോയേക്കുവാ. ഈ അപ്പൂപ്പൻ ഇപ്പൊ ഒരു വകയില്ല കയ്യില്. ഇദ്ദേഹത്തിന് പോയി പെൻഷൻ കാശ് പോലും എടുക്കാൻ മേത്ത അവസ്ഥയായി ഇപ്പൊ ഇവിടെ. മക്കൾക്ക് വേണ്ടെന്നാ മക്കള് പറയുന്ന ഒത്തും മൂത്തമായി എഴുതി പേരിലാക്കി. അച്ഛനെ വേണ്ട, പണം മാത്രം മതി. കൊച്ചുമോനും പറയുന്ന ഞങ്ങൾക്കല്ല അധികം തന്നത്, കൊച്ചപ്പന അധികം കൊടുത്തതെന്നും പറഞ്ഞ് അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞു. പഠിപ്പിക്കുന്ന സാറാ, എന്നിട്ടാണ് എങ്ങനെ അച്ഛനെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യങ്ങളില്ലേ എന്നാ ചോദിക്കും. വയ്യാത്ത അച്ഛനെ എങ്ങനെയാണ് നോക്കുന്നത്? ഇപ്പൊ എനിക്ക് വയ്യാതെ എന്റെ ഭാര്യയും മക്കളെ എന്നെ നോക്കുന്നത്, ഞാൻ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് മോൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ
അച്ഛൻ ഇവിടെ നിന്ന് ചോര ഛർദ്ദിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് അവരെ കട്ട് ചെയ്തു. പിന്നെ വിളിച്ചതേ ഇല്ല. അവർക്ക് ഇതെല്ലാം കൊടുത്തു. ഇപ്പൊ എനിക്കൊന്നുമില്ല, ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ഇല്ല. ആരും തരാനില്ല. പിന്നെ നിങ്ങളൊക്കെ തരുന്നതുകൊണ്ട് കഴിഞ്ഞു കൊടുക്കും. മൃഗങ്ങൾ പോലും കാണിക്കാത്ത ഒരു രീതിയിലുള്ള സമീപനമാണ് ഈ മക്കള് ഈ അച്ഛനോട് കാണിച്ചിട്ടുള്ളത്. ഒരിടത്തും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ഗാന്ധിഭവൻ കൊണ്ടുപോയത് ഒരിടത്ത്. കാരണം ആ പുള്ളിയുടെ ആരോ പറഞ്ഞു കൊടുത്തു, ഇത് ഇങ്ങനെ ഗാന്ധിഭവനിൽ എവിടെയെങ്കിലും ഇവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സ്വത്തുക്കൾ മുഴുവൻ സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ധാരണ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തതിനോട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്. ഇളയ മകൻ പറയുന്നത് മൂത്ത മകനാണ് സ്വത്ത് കൂടുതൽ കൊടുത്തത്, മൂത്ത മകൻ പറയുന്നത് ഇളയ മകനാണ് കൂടുതൽ സ്വത്ത് കൊടുത്തത്. രണ്ട് ആൺമക്കൾക്കും സംസാരിക്കാനുള്ള ഒരു സമയം പോലും ഇല്ലെന്നേ. അവർ ഉടനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അഥവാ എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കുന്ന ഭാര്യമാരെ എടുത്തിട്ട് പറയും ഞങ്ങൾ ഇവിടെ ആരുമില്ല, ഞങ്ങളെ വിളിക്കുകയും വേണം, നോക്കിയാൽ വേണം, നിങ്ങൾ എന്താണെന്ന് ചെയ്തോളാം. ഇത് തിരിച്ച് അതേ അവസ്ഥ തന്നെ അവർക്കൂടെ വരും. പണം ഉണ്ടാക്കിയത് അച്ഛനല്ലേ, വിദ്യാഭ്യാസം കൊടുത്തത് ഈ അച്ഛനല്ലേ, അവരെ വെട്ടിയിടുന്ന സമയത്ത് തീട്ടം മൂത്രം എടുത്ത് ഈ അച്ഛനും അമ്മയല്ലായിരുന്നോ? ഈ സമയത്ത് അവരെ നോക്കിയില്ല, പിന്നെ ആരാ നോക്കേണ്ടത്? നാട്ടുകാരാണോ നോക്കേണ്ടത്? ഇവര് മക്കളെന്ന് ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന മക്കളെ പഠിപ്പിക്കാനുള്ള അധികാരം ഇല്ല അവർക്ക്. ഈ തന്തി അന്വേഷിക്കാൻ വയ്യാത്തവര്, യോഗ്യത ഇല്ലാത്തവരാ. അവർ അധ്യാപകനാന്ന് പറയുന്നത്. അവൻ അധ്യാപകനാണോ? അവൻ മനുഷ്യനല്ല. അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്ന് ഈ പ്രമാണം അടിയന്തരമായിട്ട് നീട്ടിക്കൊണ്ടുപോയാൽ അദ്ദേഹത്തിന്റെ കാലശേഷം ഇവർക്ക് തന്നെ വന്നു ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ സ്വത്തുക്കൾ കിട്ടിയിട്ടുള്ള മുഴുവൻ സ്വത്തുക്കളും റദ്ദ് ചെയ്ത്, കാരണം അദ്ദേഹത്തെ കാലശേഷം അത് ഗവൺമെന്റ് ഏറ്റെടുക്കട്ടെ.